ബാബരി മസ്ജിദ് ധ്വംസനം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായിരുന്നു. ഇന്ത്യ ബഹുസ്വരതയിൽ നിന്ന്, മതേതരത്വത്തിൽ നിന്ന്, മതമൈത്രിയിൽ നിന്ന്, സഹിഷ്ണുതയിൽ നിന്ന്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാരമ്പര്യത്തിൽ നിന്ന് ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള ചുവടുവെപ്പ് ആരംഭിച്ചത് 33 വർഷം മുമ്പാണ്. 1992 ഡിസംബർ 6 ഇന്ത്യയുടെ മതേതര ചരിത്രത്തിലെ ഇരുണ്ട അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. വിഭജനം സൃഷ്ടിച്ച മുറിപ്പാടുകളിൽ നിന്നും, നോവുന്ന ഓർമ്മകളിൽ നിന്നും ഇന്ത്യ മുക്തമാകുന്നതിന് മുമ്പ് തന്നെ വർഗീയ കലാപത്തിൻ്റെ വിത്തുകൾ ഇന്ത്യയിൽ ആകമാനം പാകിയിരുന്നു ഹിന്ദുത്വ വലതുപക്ഷ തീവ്രവാദ സംഘങ്ങൾ. ഗാന്ധിവധം RSSന്റെ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് മുക്തമാകാത്തത് കൊണ്ടാണ് പതിറ്റാണ്ടുകൾ വർഗീയ ശക്തികൾ ഇന്ത്യയെ വെടിമുറുക്കാൻ വേണ്ടി കാത്തുനിന്നത്. പള്ളി തകർത്ത സ്ഥലത്ത് ഗവൺമെൻറ് ചിലവിൽ അമ്പലം പണിയാൻ അനുമതി നൽകിയ സുപ്രീം കോടതി സ്വന്തം ചിലവിൽ പള്ളി പണിയാൻ വേണ്ടി 5 ഏക്കർ അനുവദിച്ചിരുന്നു. പക്ഷേ ഇന്ന് വരെ ആ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടില്ല. കാരണം UP സർക്കാർ ഇന്ന് വരെ പള്ളിക്ക് അനുമതി നൽകിയിട്ടില്ല. വിധി വന്നിട്ട് 5 വർഷമായി, ഇപ്പോഴും പള്ളിയുടെ അനുമതി പോലും ലഭിച്ചിട്ടില്ല. ആ ഇന്ത്യയിലാണ് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പ്രധാനമന്ത്രി ഗീർവാണം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷത്തിൻ്റെ ന്യായവും തീർപ്പുകളും കോടതി വിധികളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒത്തുതീർപ്പിൻ്റെ വിധിപ്പകർപ്പുകൾ വായിക്കുന്ന കേന്ദ്രമായി നമ്മുടെ പരമോന്നത നീതിപീഠം മാറിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ചില മനുഷ്യരിൽ മാത്രമാണ് ഇന്ത്യയുടെ ഏക പ്രതീക്ഷ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.